അതുകൊണ്ട് ക്ഷമയും മര്യാദയുമാണ് വേണ്ടത് എന്നൊന്ന് ഉപദേശിക്കായിരുന്നു. ആരാണ് ഈ കക്ഷികൾ? എന്റെ കക്ഷി ടൗണിൽ ഹോട്ടൽ നടന്ന ശിവദാസൻ ചേട്ടൻ, എതിർകക്ഷി താലൂക്ക് ഓഫീസിലെ ക്ലർക്ക് സുഹാസിനി. കേസ് വിവാഹമോചനം. വീട്ടിൽ ഭർത്താവിനോട് അവർ പെരുമാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ശിവദാസൻ അതേപ്പറ്റി പറഞ്ഞ ഒക്കെ കള്ളമായിരിക്കും. മനുഷ്യന് കഴിക്കാനുള്ള കേക്കിൽ മായം ചേർക്കുന്നവന് സംസാരിക്കുമ്പോ കള്ളം പറയാനാണോ പാട്? അല്ലെങ്കിൽ ഈ ശിവദാസൻ എനിക്കറിയാം. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കള്ളനെ ഞാൻ കണ്ടിട്ടില്ല. അന്നേ എനിക്കറിയാമായിരുന്നു സുഹാസിനി ഒരു സമൃദ്ധയായ ഉദ്യോഗസ്ഥയാണെന്ന്. ഞാൻ ചോദിച്ചത് അതല്ല. സുഹാസിനിയെ ശിവദാസൻ കഷ്ടപ്പെടുത്തുകയാണ് എന്ന് മോഹനേട്ടൻ എങ്ങനെ അറിയാമെന്നാണ്. ഒരു ദിവസം ഞാൻ താലൂക്ക് ഓഫീസിൽ തഹസീൽദാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സുഹാസിനി മുറിയിലേക്ക് കയറി വന്നു. അവരുടെ നെറ്റിയിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. മുഖത്ത് ആകെ ഒരു ക്ഷീണഭാവം. സുഹാസിനി പോയി കഴിഞ്ഞപ്പോ ഞാൻ തഹസീൽദാരോട് ചോദിച്ചു, സാറേ എന്താ സംഭവം? കുളിമുറിയിൽ കാലിട്ട് വീണു എന്ന് പറഞ്ഞെന്നാണ് തഹസീൽദാർ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു ഫയലുമായി ഞാൻ സുഹാസിനിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോ അവരവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ സുഹാസിനിക്ക് പറ്റിയത്? ഒന്നും പറയാതെ ഭർത്താവ് ഉപദ്രവിച്ച കാര്യം മോഹനേട്ടനോട് പറഞ്ഞത് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അച്ഛനോടോ അമ്മയോടും പറഞ്ഞാൽ അവർക്ക് വിഷമമുണ്ടാകും. അല്ലെങ്കിലും ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരോടല്ലേ ഇതൊക്കെ പറയാൻ പറ്റൂ? മോഹനേട്ടൻ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകനും അല്ലല്ലോ. മോഹനേട്ടന്റെ ജോലി വില്ലേജ് ഓഫീസിലല്ലേ, അവരോ താലൂക്ക് ഓഫീസിലും. താലൂക്ക് ഓഫീസിലെ ആരോടും തഹസിൽദാരോട് പോലും പറയാത്ത രഹസ്യം അവരെന്തിനാ മോഹനേട്ടനോട് പറഞ്ഞത്? എനിക്കറിയാൻ കാര്യം എന്താ? താലൂക്ക് ഓഫീസിലുള്ള ആരും സുഹാസിനെ പറയുന്നത് വിശ്വസിക്കില്ല. ഈ വക്കീലോ ഡോക്ടറോ? അല്ല, ശിവദാസന്റെ തലയിലെ മുറിവൊക്കെ ഇത്ര കൃത്യമായി മുടിയൊക്കെ മാറ്റി നോക്കി പരിശോധിക്കേണ്ട കാര്യം നിനക്കെന്താ? സുഹാസിനി പറഞ്ഞത് ശിവദാസന് മറ്റ് സ്ത്രീകളെ കാണുമ്പോ ആകെ ഒരു വെപ്രാളാണെന്ന്. ശിവദാസന്റെ വീടിന് മുന്നിലൂടെയാണല്ലോ ഞാൻ എന്നും കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ മിക്കവാറും അയാളെ കാണും. മുറ്റമടിക്കുന്നതോ മുറ്റത്തെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതോ ഒക്കെ. വീട്ടിലെ സകല ജോലികളും അപ്പൊ അയാൾ ചെയ്യുന്നുള്ളതാണ് സാരം. പരസ്യമായിട്ട് മുറ്റമടിക്കുന്ന ആള് വീട്ടിലെ സകല ജോലിയിലും ഭാര്യയെ സഹായിക്കുന്ന കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? വീട്ടിൽ സ്ത്രീകൾ ചെയ്യേണ്ട ജോലികൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ വലിയ കാര്യം? സാറേ, ഇപ്പോഴേ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയാം ഉത്തമ. ശിവദാസനും സുഹാസിനും തമ്മിൽ ഒത്തുപോയില്ല. ശിവദാസൻ എന്നെ വന്ന് കണ്ട് കാര്യം പറഞ്ഞു. കേട്ടപ്പോ ശിവദാസന്റെ പക്ഷത്താണ് ന്യായമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ കേസ് ഏറ്റത് ഈ നിൽക്കുന്ന സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല. ശിവദാസനെ പോലെ ആഭാസന്റെ കേസ് എന്റെ ഭാര്യ വാദിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുവോ? പറയട്ടെ. ശിവദാസന്റെ കേസ് വാദിക്കൽ എന്താ തെറ്റ്? പറ. അതിപ്പോ ഞാൻ തന്നെ പറയണോ? പറഞ്ഞിട്ട് പോയാൽ മതി. ഇതിപ്പോ ഞാൻ കേട്ടിടത്തോളം ശിവദാസനും സുഹാസിനിയും കൂടെ ഒരുമിച്ച് പോകൂല. ഒരുമിച്ച് പോകാത്തവര് തമ്മിൽ പിരിയുന്നതല്ലേ നല്ലത്? ഉടനെ അത് കോടതിയിൽ എത്തിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഞാനും ശിവദാസൻ ചേട്ടനും തമ്മിലുള്ള പ്രശ്നമൊക്കെ പറഞ്ഞു തീർത്തു. ഇനി നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. വക്കീലുണ്ടോ അവിടെ? കൊടുക. ഹലോ വക്കീലേ, പെട്ടെന്നുള്ള ദേഷ്യത്തില് ഒരാൾ ഡിവോഴ്സ് ചോദിച്ചു വരുമ്പോ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ പിരിക്കാൻ നോക്കുന്നത് മര്യാദയാണോ? അല്ല, അത് ഞാൻ ശിവദാസൻ ചേട്ടന് കൈ കൊടുക്കാം. വേണ്ട, അവരൊന്നും പ്രശ്നമൊന്നുമില്ലെന്ന് രണ്ടുപേരോട് ഒരുമിച്ചിരുന്നാ വിളിക്കുന്നേ. നന്നായി. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്നില്ല എന്റെ ഭംഗി. ഭംഗി അത് തന്നെയാണ്. പറഞ്ഞു തീർക്കാൻ ഞാൻ നോക്കിയതാണ്. പക്ഷെ ശിവദാസൻ സമ്മതിക്കണ്ടേ? അയാളെ തല്ലടത്. അയാളെപ്പോലുള്ള ഭർത്താവിനെ കിട്ടുന്നത് മഹാഭാഗ്യമാണെന്നാണല്ലോ നീ പറഞ്ഞത്. സുഹാസിനെ പോലെ ഒരു ഭാര്യയെ കിട്ടാൻ ഭാഗ്യം വേണമെന്ന് മോഹനേട്ടന് പറഞ്ഞു. ഞാൻ ജയിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? ഞാനും. വല്ലവരും തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മൾ വഴക്കുണ്ടാക്കിയെന്നിരുന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ശിവദാസനും സുഹാസിനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കോ തല്ലിപ്പിരിയോ ഒക്കെ ചെയ്തോട്ടെ, അതിന് നമുക്കെന്താണ്?